ഹായ് ഗൈസ്, റീൽ എടുക്കണം, ഡാൻസ് കളിക്കണം, പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യണം ആഗ്രഹമുള്ളവരാണ് ഒട്ടുമിക്ക ആൾക്കാരും. പക്ഷേ നമ്മളെ കയ്യിൽ ആകെ ഒരു ഫോണേ ഉള്ളൂ. നമുക്ക് റീൽ എടുത്ത് തരാൻ വേണ്ടിയിട്ട് വേറെ ആരുമില്ല. നമ്മളെ കയ്യിലുള്ള ആകെയുള്ള ഒരു ഫോൺ വെച്ച് നമ്മൾ തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയാണ് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ഫോണിൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ പാട്ട് പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മളെ സ്റ്റെപ്പും പാട്ടുമായിട്ട് നല്ല വ്യത്യാസം വരും, സിങ്ക് തെറ്റും. സോ ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് 2 ഫോൺ വാങ്ങാനുള്ള ഒരു ബഡ്ജറ്റും ഇല്ലാന്ന് വിചാരിക്കുക. അത്ര ഒരു സിറ്റുവേഷനിലാണ് ഒരു കുഞ്ഞൻ മ്യൂസിക് ബോക്സിന്റെ ആവശ്യം വരുന്നത്. അപ്പം ഒരു കുഞ്ഞൻ മ്യൂസിക് ബോക്സ്, എക്സോറിന്റെ ഒരു മ്യൂസിക് ബോക്സ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആമസോണിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. 799 രൂപയാണ് ഇതിന്റെ വില. ഒരു തീപ്പെട്ടിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം മാത്രമുള്ള ഒരു കുഞ്ഞൻ മ്യൂസിക് ബോക്സിന് ഒട്ടേറെ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് നമുക്ക് കണക്ട് ചെയ്യാം, വയേർഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റുകൾ കണക്ട് ചെയ്യാൻ പറ്റും, പിന്നെ മെമ്മറി കാർഡ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉള്ള ഒരു കുഞ്ഞി ബോക്സ്. ഒരു 2 മൊബൈൽ വാങ്ങാനൊന്നും ബഡ്ജറ്റില്ല ആൾക്കാർക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ കുഞ്ഞി മ്യൂസിക് ബോക്സ്. ഈ റീൽ ഡാൻസിന് മാത്രമല്ല കേട്ടോ, നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴായാലും അല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴായാലും പാട്ടൊക്കെ കേൾക്കണമെങ്കിൽ ഈ മ്യൂസിക് ബോക്സിൽ പാട്ട് കേൾക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ക്യാരി ചെയ്യാൻ വെരി ഈസിയാണ്. ഒരു തീപ്പെട്ടിയുടെ വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പോക്കറ്റിലിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആമസോണിൽ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ എക്സോറിൻ്റെ ഒരു ബോക്സിൽ നമുക്ക് ഇതിൻ്റെ മ്യൂസിക് ബോക്സ്, പിന്നെ ചാർജിങ് കേബിൾ, വാറണ്ടി കാർഡ്, ഇത് 3 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 1 ഇയർ വരെ നമുക്കിതിന് വാറണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് ഇതിലൊരു മെമ്മറി കാർഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് ഉണ്ട്, പിന്നെ ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്, പിന്നെ ഇതിൻ്റെ മോഡിനുള്ള വെറൈറ്റി സ്വിച്ചുകളുണ്ട്. നമുക്ക് നെക്സ്റ്റ് സോങ് വെക്കാൻ, പ്രീവിയസ് സോങ് വെക്കാൻ, പൗസ് ആൻഡ് പ്ലേ, പിന്നെ മോഡ് മാറ്റിയിട്ട് ഇതിൽ ഇൻബിൽറ്റ് സ്പീക്കർ ഉണ്ട്. നമ്മൾ ഹെഡ്സെറ്റ് അല്ലാതെ ഇൻബിൽറ്റ് സ്പീക്കറിലും നമുക്ക് പാട്ട് കേൾക്കാം.